എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദയോഗം, ശ്ലോകം 45. അഹോ ബദ മഹത്പാപം കർത്തും വ്യവസിത വയം യദ്രാജസുഖലോഭേന ഹന്തും സ്വജനമുദ്യത. അഹോ ബദ മഹത്പാപം കർത്തും വ്യവസിത വയം യദ്രാജസുഖലോഭേന ഹന്തും സ്വജനമുദ്യത. ഏത് കാരണത്താൽ രാജ്യസുഖലോഭേന, രാജ്യത്തിനും സുഖത്തിനും ഉള്ള മോഹനിമിത്തം, വയം നാം, സ്വജനഹന്തു സ്വജനങ്ങളെ കൊല്ലുക എന്ന ആ കർമ്മം, ഉദ്യത ഒരുമ്പിട്ട് പോവും, അത് ഉദ്യമിച്ചു പോവും, തയ്യാറെടുത്തു പോവും. മഹത് പാപം കർത്തും, ആ വലിയ പാപം ചെയ്യാൻ, വ്യവസ്ഥിതാഹ ഒരുമ്പിട്ടത് തന്നെ, അത് ആരംഭിച്ചത് തന്നെ, ആ തീരുമാനിച്ചത് തന്നെ. അഹോ ബദ, മഹാകഷ്ടം, മഹാപാപമായി പോയി. ഇവിടെ അർജുനൻ പറയുന്നത്, രാജ്യത്തിനും സുഖത്തിനുമുള്ള അതിമോഹ നിമിത്തം നാം യുദ്ധത്തിൽ സ്വന്തം ആളുകളെ കൊല്ലാൻ തയ്യാറായത് തന്നെ, വലിയ പാപം ചെയ്യാൻ ഒരുമ്പെട്ടത് തന്നെയാണ്, തയ്യാറായത് തന്നെയാണ്, മഹാകഷ്ടമായി പോയി. ഇതാണ് അർജുനന്റെ വാക്കുകൾ. ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതിയാവും. ഇനി അർജുനന്റെ തീരുമാനം എന്താണ്? യതി മാം അപ്രതീകാരമശസ്ത്രം ശാസ്ത്രപാണയാ ധാർത്തരാഷ്ട്രം രണേഹന്നു തന്മേ ക്ഷേമതരം ഭവേത്. 46ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, യതി മാം അപ്രതീകാരമശസ്ത്രം ശസ്ത്രപാണയ ധാർത്തരാഷ്ട്രണേഹന്യുർ തന്മേ ക്ഷേമതരം ഭവേത്. ശാസ്ത്രപാണയ, ആയുധധാരികളായ, ധാർത്തരാഷ്ട്രാഹ ധൃതരാഷ്ട്രപുത്രന്മാർ, അശസ്ത്രം ആയുധം ഉപേക്ഷിച്ചവനും, അപ്രതീകാരം എതിർത്ത് യുദ്ധം ചെയ്യാതെ ഒരു പ്രതികാര വാഞ്ചിയ നിൽക്കുന്നതുമായ മാം എന്നെ, രണേഹന്യു യതി എന്നെ യുദ്ധത്തിൽ കൊല്ലുന്നുവെങ്കിൽ അത് ക്ഷേമതരം ഭവേത്, എനിക്ക് കൂടുതൽ നല്ലതായി ഭവിക്കും. ഇതാണ് അർജുനന്റെ വാദഗതി, നല്ലതായി ഭവിക്കും. അതുകൊണ്ട് അർജുനന് ആയുധമൊക്കെ ഉപേക്ഷിച്ച് നിൽക്കാൻ തയ്യാറാകുകയാണ്. ആയുധധാരികളായ ധൃതരാഷ്ട്രപുത്രന്മാർ, ആയുധം ഉപേക്ഷിച്ചവനും എതിർത്ത് യുദ്ധം ചെയ്യാത്തവനുമായി എന്നെ യുദ്ധത്തിൽ കൊല്ലുന്നുവെങ്കിൽ അതെനിക്ക് കൂടുതലും നല്ലതായി ഭവിക്കും. ഇവിടെ എന്താണ്? തൻ്റെ കേട്ടറിവുള്ള ചില ആചാര നിയമങ്ങൾ അനുസരിച്ചും, ഇപ്പൊ ഞാനും എൻ്റേത് എന്നുള്ള ആ മമതാബന്ധത്തിന്റെ ആ എല്ലാ അതിർത്തികളും ലംഘിച്ച ആ മമതാബദ്ധത കൊണ്ടും സ്വയം ഹത്യയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന ഒരു ചിത്രമാണ് അർജുനനെ കുറിച്ച്, ഒരു ഭീരുവിന്റെ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. യുദ്ധത്തില് ആയുധമെല്ലാം ഉപേക്ഷിച്ച് മരിച്ചത് കൊണ്ട് അർജുനൻ ആഗ്രഹിച്ച ധർമ്മരക്ഷ ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. കുലത്തിന്റെ ക്ഷേമമാണ് കൊതിച്ചതെങ്കിൽ അർജുനൻ മരിച്ചാൽ കുലത്തിന്റെ പകുതി ഭാഗമായ പാണ്ഡവപക്ഷത്തെ അവർ വീണ്ടും ആക്രമിക്കും. പാണ്ഡവപക്ഷം മുഴുവൻ നാട് ചുറ്റി അലയേണ്ടി വരും. ദുര്യോധനാദികളുടെ സാർത്ഥത അവരെ പിന്നെ ജീവിതത്തിൽ സ്വസ്ഥത കൊടുക്കുകയില്ല. അവരുടെ അരാജകത്വം നിലനിൽക്കുന്ന ഭരണം അവർ കാഴ്ചവെക്കും. അവരിൽ തന്നെ ഉണ്ടാകുന്ന ഈ ഉപഗ്രൂപ്പുകളെ കൗരവപക്ഷത്തെ ഭാവിയിൽ ഛിന്ന ഭിന്നമാക്കി നശിപ്പിക്കും. രാജ്യത്തിന് മുഴുവൻ അരാജകത്വം സംഭാവന ചെയ്യാൻ മാത്രമേ അർജുനന്റെ ഒളിച്ചോട്ടത്തിന് സാധിക്കുകയുള്ളൂ. ചുരുക്കത്തില് അർജുനന്റെ തീരുമാനം കുലത്തിനും രാഷ്ട്രത്തിനും ആകെ അപകടം വരുത്തി വെക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു അപകടം വരുത്തി വെക്കുന്ന അവസ്ഥ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന്റെ സകല ധർമ്മബോധവും ഞാനും എന്റേതും എന്നുള്ള സ്വജനങ്ങളെ കണ്ടപ്പോൾ എനിക്കും എന്റേതിന് ഒരു ദോഷവും ഒരു കുറവും വരുന്നുള്ള ഭാവത്തിലേക്ക് ആ ചിന്തയുടെ അദ്ദേഹത്തിന്റെ ധാർമ്മിക ഭാവം മൊത്തം മൂടപ്പെട്ടിരിക്കുന്നു. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തത് സഞ്ജീവ് ഉവാച ഏവമുക്താർജുന സംഖ്യേ ഋതോ ഉപസ്ഥ ഉപാവിശത് വിസൃജ്യ ശശരഞ്ജാവം ശോക സംവിഗ്ധമാനസഃ. ഏവമുക്ത അർജുന സംഖ്യേ രഥോ ഉപസ്ഥ ഉപാവിശത് വിസൃജ്യ ശശരഞ്ജാവം ശോക സംവിഗ്ധമാനസഃ. അർജുന ഏവമുക്ത, അർജുനൻ ഇപ്രകാരം പറഞ്ഞിട്ട്, സംഖ്യേ യുദ്ധത്തിൽ ശോക സംവിഗ്ധമാനസഃ, ദുഃഖം കൊണ്ട് വാടിക്കുഴഞ്ഞ മനസ്സോടുകൂടി, ശോകം കൊണ്ട് ഇളക്കി മറിക്കപ്പെട്ട മനസ്സോടുകൂടി, ശശരം ചാപം വിസർജ്യ, അമ്പോടുകൂടി വില്ല് നാട് വെച്ച്, ശരം ചാപം വിസർജ്യ ഉപേക്ഷിച്ചിട്ട്, രഥോപസ്ഥെ തേർത്തട്ടിൽ ഉപാവിശത് ഇരിപ്പായി. അർജുൻ ഇപ്രകാരം പറഞ്ഞിട്ട് യുദ്ധവേളയിൽ ദുഃഖം കൊണ്ട് വാടിക്കുഴഞ്ഞ മനസ്സോടുകൂടി അമ്പും വില്ലും ഉപേക്ഷിച്ച് തേർത്തട്ടിൽ ഇരിപ്പായി. അപ്പൊ നമുക്ക് തുടങ്ങിയ ആർദ്രമായ ഗുണങ്ങള്, ദയാ, കൃപ, കാരുണ്യം തുടങ്ങിയ ആ പേരിൽ അറിയപ്പെടുന്ന ദൈവീകമായ ഗുണവിശേഷങ്ങൾ പോലും വ്യക്തമായ വസ്തുബോധമില്ലാത്ത മമതാബന്ധത്തിന് വഴങ്ങിയാൽ അർജുനനെ പോലെ ധീരരായ
ആളുകൾ പോലും അകർമ്മണ്യത്തിലേക്ക് നയിച്ച് വ്യാപകമായ ദോഷം സമാജത്തിനും രാഷ്ട്രത്തിനും വരുത്തി വെക്കുമെന്ന് തെളിയിക്കുന്നതാണ് അർജുന്റെ വാക്കുകൾ. ഇപ്പൊ അദ്ദേഹത്തിന് വിറയലൊന്നും ഉണ്ടായില്ല, അദ്ദേഹത്തിന് ഒരു ഒളിച്ചോട്ടം നടത്തുകയാണ്. നേരത്തെ ആണെങ്കിൽ അങ്ങനല്ല. ആ ബന്ധുക്കളെ കണ്ട സമയത്തെ പറച്ചിൽ നമുക്കറിയാമല്ലോ. എന്താണ് അന്നേരം കണ്ടത്? എന്താണ്? ഗാന്ധീവം സംസ്കൃതേ ഹസ്ത മുഖഞ്ച പരിശുഷ്യതി, ഇതൊക്കെ പറഞ്ഞു. വേവതിച്ച ശരീരമേ രോമഹർഷണം ജാതി, ഇതൊന്നും ഇപ്പോൾ ഉണ്ടാകുന്നില്ല. അതിന് എന്ത് വന്നാലും യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് തീരുമാനിച്ച് മാറി ഇരിപ്പായി. അതായത് ഒരാള് ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുന്നതും ചെയ്യാതിരിക്കേണ്ട സമയത്ത് ചെയ്യുന്നതും എല്ലാം അപകടമാണ്. അതായത് എല്ലാത്തിനും അനുകൂല സാഹചര്യത്തിൽ ചെയ്യേണ്ടത് ചെയ്തേ മതിയാവും. ഇവിടെ അർജുനന് വെറുതെ വിചാരിക്കുന്നത് തന്റെ പിന്മാറ്റം കൊണ്ട് പാണ്ഡവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറും. പാണ്ഡവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ഈ അനേകം പേരുടെ മരണത്തെ സമ്മാനിക്കുന്ന ആ രണനദിയുടെ ഒഴുക്കിനെ നിർത്താൻ സാധിച്ചാൽ അത് നല്ലതാണ്. ആ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെടാതിരിക്കും. കൊച്ചു കുട്ടികൾക്ക് അച്ഛനെ അറിയാതെ വളരേണ്ടി വരുന്നില്ല. ആ വർണ്ണസങ്കരം ഉണ്ടാകുന്നില്ല. പുരുഷന്മാരെല്ലാം നശിച്ചതിന് ശേഷം അന്യപുരുഷന്മാരെ, വ്യത്യസ്ത കുലധർമ്മമുള്ള പുരുഷന്മാരെ വരന്മാരായി പ്രാപിച്ചുകൊണ്ട് ഉണ്ടാകുന്ന സന്താനങ്ങൾക്ക് വർണ്ണസങ്കരം സംഭവിക്കും. പിതൃകൾക്ക് പിണ്ടോദക്രിയ ലഭിക്കത്തില്ല. അങ്ങനെ പിതൃക്കളൊക്കെ പതിക്കാനിട വരും. ഇങ്ങനെ ഒരു കൂട്ടം പരാതികളും പരിഭവങ്ങളുമാണ് അർജുനൻ പങ്കുവച്ചത്. പക്ഷെ അർജുനൻ മനസ്സിലാക്കുന്നുണ്ടോ, താൻ യുദ്ധത്തിന് പിന്മാറിയാൽ ഈ കൗരവരവരെ സ്വൈരമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുകയില്ല. ധർമ്മം, നീതി അവർ നടപ്പാക്കത്തില്ല. മാത്രമല്ല അവരെ തന്നെ തമ്മിൽ തല്ലി ഭാവിയിൽ നശിക്കാൻ ഇടവുണ്ട്. അപ്പോൾ ഒളിച്ചോട്ടമല്ല ഒരു ധീരൻ ചെയ്യേണ്ടത്. മാത്രമല്ല ഒരു യോദ്ധാവ് തന്റെ സ്വധർമ്മത്തിൽ നിന്ന് മാറി ഓടി മറയാൻ ശ്രമിക്കുന്നത് ഭൂഷണമല്ല. ഭഗവാൻ ഇതെല്ലാം ചേർത്തിട്ട് അതിന്റെ മറുപടി അടുത്ത ദശകത്തിൽ അർജുനനെ കൊണ്ട് പറയും. നമുക്ക് ഓർക്കേണ്ടത്, നമുക്ക് കർമ്മവാസനകൾ അനുസരിച്ച് നമ്മൾ കർമ്മം അനുഷ്ഠിക്കണം. ഇവിടെ സ്വധർമ്മത്തിനനുസരിച്ചുള്ള വാസനകൾ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. ആ സ്വധർമ്മ വാസന ക്ഷാത്രവീര്യമാണ്, ക്ഷാത്ര തേജസ്സാണ് അർജുനിലുള്ളത്. ആ വീര്യത്തിൻ്റെതായിട്ടുള്ള ക്ഷാത്ര തേജസ്സിന്റെ അടയാളങ്ങളെ ഓരോന്നും വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് വേണ്ടി വന്നാൽ പോലും സർവസംഘ പരിത്യാഗിയുടെ വാസനകളെ പോഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. തന്റെ സ്വധർമ്മത്തെ വേണ്ട തരത്തിൽ ചെയ്താൽ, തന്റെ നിത്യ നൈമിത്യ കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായി ചെയ്താൽ, തന്റെ സ്വധർമ്മത്തെ നമ്മുടെ പൂർവ്വജന്മ കർമ്മവാസന അനുസരിച്ച് വന്നു ചേർന്നതാണെന്നും അതിനെ വേണ്ട തരത്തിൽ ഈശ്വരാർപ്പിതമായി ചെയ്താൽ നമുക്ക് കർമ്മം തന്നെ നമ്മളെ ഉയർത്തി ഈ പരമപുരുഷാർത്ഥത്തിലേക്ക് എത്തിക്കും. നമ്മുടെ തൽക്കാല കർമ്മങ്ങള് നമ്മുടെ തമോ ഗുണ കർമ്മങ്ങളാണെങ്കിൽ പോലും അത് സത്യം തെളിയണമെന്ന ഭാവനയോട് കൂടി അത് വേണ്ട തരത്തിൽ ചെയ്താൽ ആ കർമ്മത്തിൽ നിന്നും ആ രജോ ഗുണം എന്ന അടുത്ത പടിയിലേക്ക് ഉയരാനും, രജോ ഗുണ കർമ്മങ്ങളെ ഈശ്വരാർപ്പിതമായി ചെയ്താൽ അതിൽ നിന്നും ആ സാത്വിക ഭാവത്തിലേക്കും, സാത്വിക ഭാവത്തിൽ ഇരുന്നു കൊണ്ട് കർമ്മങ്ങളെ വേണ്ട തരത്തിൽ അനുഷ്ഠിച്ചാൽ ആ ഗുണാതീതം അവസ്ഥ അഥവാ നൈഷ്കർമ്മ സിദ്ധി, സ്ഥിതപ്രജ്ഞത്വം തുടങ്ങിയ ഗീത ഉദ്ഘോഷിക്കുന്ന ഭാവങ്ങളിലേക്ക് എത്തി സത്യം ചിത്തും ആനന്ദവുമായ ആത്മസ്വരൂപത്തെ പ്രാപിക്കാൻ സാധിക്കും. നമ്മളതാണ് ഓർക്കേണ്ടത്, ഒളിച്ചോട്ടമല്ല. നമ്മൾ ഇപ്പൊ സ്വീകരിക്കുന്ന ജോലി ചെയ്യേണ്ടി വന്നത് എന്തായാലും നമ്മുടെ പൂർവ്വജന്മ കർമ്മം അനുസരിച്ച് വന്നു ചേർന്ന് അതിനകത്ത് ഒളിച്ചോടാനും പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? അതിനെ സമർപ്പണ ബുദ്ധിയോട് ചെയ്യുക, മനസ്സിൽ ലയിച്ച് ചെയ്താൽ ആ കർമ്മം തന്നെ നമ്മളെ നിവർത്തിക്കും. കർമ്മത്തിന്റെ മാർഗത്തിൽ കൂടി സത്യത്തെ കണ്ടെത്തുന്നതാണ് ഗീത പറയുന്നത്. അല്ലെങ്കിൽ അല്ലാതെ എല്ലാം ഉപേക്ഷിച്ചാൽ ആലസ്യവും അകർമ്മണ്യതയും വന്നു ചേരും. 2, പരധർമ്മം നമുക്ക് ഭയാവകമാണ്. സ്വധർമ്മേ നിധനം ശ്രേയഃ, സ്വധർമ്മം നിധനമാണെങ്കിലും ശ്രേയസ്സിന് കാരണമാണ്. സ്വധർമ്മം തന്റെ പൂർവ്വജന്മ കർമ്മ വാസനയനുസരിച്ച് വന്നു ചേർന്ന കർമ്മം, അതാണ് സ്വധർമ്മം. ആ സ്വധർമ്മം നമുക്ക് എത്ര നീചമായി തോന്നിയാലും അത് നമ്മളെ ആത്യന്തികമായി മോചിപ്പിക്കും. പരധർമ്മമാണെങ്കിലോ അന്യധർമ്മം നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് അപകടമായിരിക്കും. അന്യധർമ്മത്തെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മം അനുസരിച്ച് ഇപ്പം നമുക്കൊരു തൊഴിൽ സ്വീകരിക്കേണ്ടി വന്നു. ആ തൊഴില് ഇപ്പം നമുക്ക് കിട്ടിയ മനസ്സിന്റെ ഗുണവിശേഷങ്ങളും ഇപ്പോഴത്തെ നമ്മളുടെ സമ്പർക്ക വിശേഷം കൊണ്ടും വേറൊരു ജോലിയോട് താല്പര്യം തോന്നി അത് ചെയ്യാൻ മാത്രമേ നമുക്ക് താല്പര്യമുള്ളൂ എങ്കിലും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആ പുതിയതായി തോന്നിയ ജോലിയുള്ള താല്പര്യത്തെ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഇപ്പൊ ചെയ്യേണ്ട ജോലിയുടെ കർമ്മവാസനകളെ വർക്കൗട്ട് ചെയ്ത് തീർക്കുകയും ചെയ്യണം. സ്വധർമ്മത്തെ അനുഷ്ഠിച്ച് അനുഷ്ഠിച്ച് തീരുന്നതനുസരിച്ച് ഭാവിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ജോലി, ആ തൊഴിൽ നമ്മുടെ സ്വധർമ്മമായിട്ട് പരിവർത്തനം ചെയ്യണം. അതാണ് മാർഗം. അപ്പൊ എല്ലാം എങ്ങനെയാണ് കർമ്മം? ഒരു കശാപ്പ് അല്ലെ ഒരു ജന്തുഹത്യ, ഇറച്ചി വിൽപ്പനക്കാരൻ ആ വ്യാധഗീത പഠിച്ചുവല്ലോ.
ആ വ്യാധഗീത പരാമർശമുണ്ട് അല്ലെ. വേദവ്യാസൻ പറഞ്ഞിരിക്കുന്നത്, വേദവ്യാസനും ഒരു വ്യാധനെ കൊണ്ട് സാരോപദേശങ്ങൾ ഉപദേശിപ്പിച്ചു. അതാണ് മഹാഭാരതത്തിലെ വ്യാധഗീത. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഉപദേശം കൊടുക്കുന്ന ഭാഗം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അങ്ങനെ ഒരു വ്യാധന് പോലും ഗീത ഉപദേശിക്കാൻ പറ്റിയ എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സത്യം തെളിഞ്ഞു കിട്ടിയത്? സത്യം, പരമസത്യത്തെ തെളിഞ്ഞു കിട്ടിയത് അദ്ദേഹത്തിന് ഞാൻ ചെയ്യുന്നുവെന്ന് ഭാവമില്ല. നമ്മൾ കർമ്മങ്ങൾ സഞ്ചയിക്കാതിരിക്കണം. കർമ്മ സഞ്ചയമാണ് ചിത്തത്തിന്റെ കട്ടികൂട്ടി നമ്മുടെ ആത്മസ്വരൂപത്തെ മറയ്ക്കുന്നത്. ചിത്തത്തിന്റെ കട്ടികൂട്ടി നമ്മുടെ ആത്മസ്വരൂപത്തെ മറയ്ക്കുന്നത് കർമ്മസഞ്ചയമാണ്. അപ്പൊ കർമ്മം നമ്മുടെ ചിത്തത്തിന്റെ കട്ടി കൂട്ടുന്നത് എങ്ങനെയാണ്? ഞാൻ ചെയ്യുന്നുവെന്ന അഭിമാനം എപ്പോഴൊക്കെ ഉണ്ടാകുന്നു, അപ്പൊ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, നമ്മള് കർത്തൃത്വ ബോധം ഉണ്ടാകാതിരിക്കണം. എന്ത് ചെയ്യണം? ഞാൻ ചെയ്യുന്നു എന്ന അഭിമാനം എപ്പോ പോകുന്നു, അപ്പൊ അതിന്റെ ഫലാനുഭവം നമ്മളിൽ നിന്ന് പോകും. അതുകൊണ്ടാണ് നമ്മൾ നാമം ജപിക്കുമ്പോഴൊക്കെ അവസാനം ചൊല്ലാറുണ്ടല്ലോ, എന്താണ് ചൊല്ലുന്നത്? കായേന വാചാ മനസേന്ദ്രിർവാ ബുദ്ധ്യത്മനാഭാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഏതു തരത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളും ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിച്ച് ചെയ്യുക, ഇത് മാത്രമാണ്. എന്നിട്ടോ ആ കിട്ടുന്ന ഫലത്തെ, അപ്പൊ കർമ്മം ഭഗവാനിലേക്ക് സങ്കല്പിച്ച് ചെയ്താൽ ആ ഫലം എന്തായിക്കോട്ടെ അത് ഭഗവാനിലേക്ക് ഒരിക്കൽ സങ്കല്പിച്ചാൽ ആ കിട്ടുന്ന ഫലത്തെ പ്രസാദമായിട്ട് ഈശ്വര പ്രസാദമായി സ്വീകരിക്കണം. യജ്ഞപ്രസാദ രൂപത്തിൽ. യജ്ഞം എന്ന് പറയുമ്പോൾ ഭഗവാന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ്. പരമാത്മാവിലേക്ക് സങ്കല്പിച്ച് ചെയ്യുന്ന കർമ്മങ്ങളാണ് യജ്ഞഭാവേന കർമ്മം ചെയ്യണം. ആ വ്യാധൻ മൃഗഹത്യ ചെയ്യുമ്പോൾ യജ്ഞഭാവമായിട്ട് ചെയ്യുന്നു. മാംസ കച്ചവടം ചെയ്യുമ്പോൾ യജ്ഞഭാവത്തിൽ ചെയ്യുന്നു, ഭഗവാനിലേക്ക് സമർപ്പിച്ച് ചെയ്യുന്നു. അതിന്റെ ഫലം യജ്ഞശിഷ്ടമായിട്ട് അനുഭവിക്കുന്നു. ആ ഫലം ആ ഈശ്വരപ്രസാദമായിട്ട് അനുഭവിക്കുന്നു. അങ്ങനെ അനുഭവിച്ചാൽ നമ്മളെ കർമ്മം ബന്ധിക്കത്തില്ല. ക്രമേണ നമ്മളെ സഞ്ചിതമായിരിക്കുന്ന നമ്മുടെ ആത്മാവിന്റെ സ്വരൂപത്തെ മറച്ചിരിക്കുന്ന, സത്യം ചിത്തും ആനന്ദമായിരിക്കുന്ന ആത്മസ്വരൂപത്തെ മറച്ചിരിക്കുന്ന കർമ്മങ്ങളുടെ അടയാളങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും ഒപ്പം തന്നെ നമ്മുടെ സത്യവസ്തു തെളിഞ്ഞു വരികയും ചെയ്യും. ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സ്വധർമ്മത്തിൽ നിന്ന് ഒളിച്ചു ഓടിയിട്ട് കാര്യമില്ല. നമ്മൾ കർമ്മത്തെ, ആ സ്വധർമ്മം നമുക്ക് നേടുത്തുന്നത് നമ്മുടെ തന്നെ കർമ്മഫലമാണ്. യത് ലഭസേ നിജ കർമ്മ ഉപാത്തം വിത്തം തേന വിനോദ ചിത്തം. യത് ലഭസേ, നിനക്ക് യാതൊന്നും ലഭിക്കുന്നുവോ അതൊക്കെ നിജ കർമ്മോപാത്തമാണ്, നിന്റെ കർമ്മഫലം തന്നെയാണ്. അല്ലേ? നമ്മളിപ്പം നമ്മുടെ ഒരു കുട്ടി പെട്ടെന്ന് അഴുക്കിൽ വീണു, നമ്മളെ കുട്ടി എടുത്ത് കളയുമോ? കളയത്തില്ല. നമ്മൾ പെട്ടെന്ന് അതിനെ എടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കും. പക്ഷെ വഴിയിലൊരു ജീവി ഒരു അഴുക്കിൽ കിടന്ന് നമ്മൾ തൊടത്തില്ല. നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി പുതിയ വേഷങ്ങളിട്ട് നടക്കുകയാണെങ്കിൽ അതിനെ രക്ഷിക്കാനുള്ള മാർഗം പോലും നമ്മൾ നോക്കത്തില്ല. അത് നമ്മുടേതല്ല. പക്ഷെ നമ്മുടേതാണെങ്കിൽ നമ്മളെ ഒഴിവാക്കാനൊക്കത്തില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്, കൽപ്പജന്മങ്ങൾ കഴിഞ്ഞാലും, അനേക കോടി ജന്മങ്ങൾ കഴിഞ്ഞാലും അനേകായിരം പശുക്കളെയും അതിന്റെ കുട്ടികളെയും ഒരുമിച്ച് പുല്ല് തിന്നാൻ വേണ്ടി ഒരു പറമ്പിലേക്ക് അഴിച്ചു വിട്ടാൽ അതാത് കുട്ടികൾക്കറിയാം, അതാതിന്റെ അമ്മയെ അറിയാം. അതാത് അമ്മയുടെ അകിട്ടിലെ മുലകളിൽ മാത്രമേ അത് മുട്ടത്തുള്ളൂ പാല് കുടിക്കാൻ വേണ്ടി. ഇതുപോലെ ജന്മശതങ്ങളിൽ കഴിഞ്ഞാലും നമ്മുടെ കർമ്മഫലം നമ്മളെ തേടി വരും. നമ്മുടെ കർമ്മഫലം അനുസരിച്ച് നമ്മുടെ കർമ്മത്തിലുള്ള ഫലത്തിൽ ഏറ്റവും അധികം പ്രാബല്യമുള്ള ഫലം അനുസരിച്ചൊരു കർമ്മമാണ് നമ്മൾ സ്വയം തീരുമാനിക്കുന്നത്. ആ കർമ്മമാണ് നമ്മുടെ ഈ ജന്മത്തിൽ നമ്മുടെ സ്വധർമ്മമായിട്ട് രൂപപ്പെട്ടു വരുന്നത്. അപ്പൊ സ്വധർമ്മം ലഭസേനിച്ച കർമ്മോപാത്തം നമ്മുടെ തന്നെ കർമ്മഫലമായതിനാൽ അതിനെ ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല, അതിനെ തന്നെ ചെയ്യണം. അതിനെ ചെയ്തുകൊണ്ട് കർമ്മഫലത്തെ, സ്വധർമ്മത്തെ ഈശ്വരാർപ്പണമായി ചെയ്യും തോറും അതിന്റെ അടയാളങ്ങൾ മാറി മാറി വരും. ഒപ്പം ആധ്യാത്മിക ഉന്നതിയുടെ അടയാളങ്ങളെ സൃഷ്ടിക്കുകയും ആകാം. ഒന്ന് കുറഞ്ഞു വരും, അതനുസരിച്ച് മറ്റേത് കൂടി വരും. ആധ്യാത്മിക അനുഭൂതിയുടെ അല്ലെങ്കിൽ ആധ്യാത്മിക ചിന്തയുടെ, ആധ്യാത്മികമായ ആ സത്യത്തെ കണ്ടെത്താനുള്ള വാസനകൾ പതുക്കെ വർദ്ധിപ്പിച്ചു വരുമ്പോൾ ആ സത്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. ഇതാണ് ശരിക്കും ശാസ്ത്രീയമായ ഒരു വിശകലനമാണ് ഭാരതീയ വേദാന്തം മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ ഭാവം എന്തായിരിക്കണം? നമ്മുടെ ഭാവം എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞല്ലോ, കായേന വാചാ മനസേന്ദ്രിർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇങ്ങനെ നാരായണന്റെ പാദപങ്കജങ്ങളെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത വരികൾ നമ്മൾ പാടാൻ പഠിക്കണം. ഇത് മാത്രം പോരാ. യത്കൃതം യത്കരിഷ്യാമി തത്സർവന്നമയാകൃതം ത്വയാകൃതം തു ഫലമുക്തമേവ മധുസൂദന. യത്കൃതം യത്കരിഷ്യാമി, എന്നാൽ ചെയ്യുന്നതും എന്നാൽ ചെയ്യിക്കപ്പെടുന്നതെല്ലാം, യത്കൃതം യത്കരിഷ്യാമി തത്സർവം ഞാൻ മയാകൃതം, അത് ഞാൻ ചെയ്യൽ. എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്?
ഞാൻ പരിപൂർണമായി ഈശ്വരനെ സമർപ്പണം ചെയ്തു. എൻ്റെ എല്ലാ കർമ്മങ്ങളും, എൻ്റെ ചിത്തവൃത്തികൾ ഉൾപ്പെടെ എല്ലാം അവിടുന്നാണെന്ന് ഞാൻ സങ്കല്പിച്ചു. എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാവിധ കർണങ്ങൾ കൊണ്ടും എല്ലാം ചെയ്യുന്ന സകല കർമ്മങ്ങളും ഭഗവാനിലേക്ക് പരിപൂർണമായി ഞാൻ സമർപ്പിച്ചു. അതുകൊണ്ട് യത്കൃതം കരിഷ്യാമി, എന്നാൽ ചെയ്യുന്നതും ചെയ്യപ്പെടുന്നതുമെല്ലാം ന മയാകൃതം, ഞാൻ ചെയ്യുന്നതേ അല്ല, അങ്ങാണ് ചെയ്യുന്നത്. അല്ലെ, യത്കൃതം കരിഷ്യാമി തത്സർവം ന മയാകൃതം ത്വയാകൃതം, അങ്ങ് തന്നെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഞാൻ അങ്ങേ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് സർവ്വസമർപ്പണം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തു ഫലവും ത്വമേവ മധുസൂദന, അതുകൊണ്ട് അതിന്റെ ഫലവും വേണമെങ്കിൽ അങ്ങ് അനുഭവിച്ചാൽ മതി. എനിക്ക് പുണ്യത്തിന്റെ ഫലവും വേണ്ട, പാപത്തിന്റെ ഫലവും വേണ്ട. ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പുണ്യവും പാപവും ഒരുപോലെ നമ്മളെ ബന്ധിക്കും. സത്യത്തെ കാണുന്നതിന് വേണ്ടി പുണ്യവും പാപവും, അതായത് ചങ്ങല ഇരുമ്പ് കൊണ്ടായാലും സ്വർണം കൊണ്ടായാലും ബന്ധനം അല്ലേ, തന്നെ പാരിൽ ചങ്ങല ഏതായാലും ബന്ധിക്കും, ഏതായാലും കർമ്മം ബന്ധിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കെല്ലാം സമർപ്പിച്ചു കഴിയുമ്പോൾ മനസ്സ് നിർവിഷയമാകാണ് ചെയ്യേണ്ടത്. മനോഹി ദിവിധം പ്രോക്തം ശുദ്ധാഞ്ച അശുദ്ധമേവജ, മനസ്സിനെ രണ്ടായി തിരിക്കാം, ശുദ്ധ മനസ്സൊന്നും അശുദ്ധ മനസ്സൊന്നും. അശുദ്ധം അല്ലെ, മനോഹി ദിവിധം പ്രോക്തം ശുദ്ധാഞ്ച അശുദ്ധമേവജ, അശുദ്ധം കാമസങ്കല്പം, ഏതു തരം കാമനകളോടും കൂടിയ മനസ്സായാലും അശുദ്ധമാണ്. ഈശ്വരനെ പ്രാപിക്കണം, തപസ് ചെയ്യണം, നാരായണീയം കാണാതെ പഠിക്കണം, ഗീത കാണാതെ പഠിക്കണം, ഇതൊക്കെ തോന്നിയത് എനിക്ക് സന്ധ്യാവതനം ചെയ്തേ മതിയാവൂ, ഈ തോന്നലും മനസ്സിനെ ബന്ധിക്കുമെന്നാണ് പറയുന്നത്. ഒന്നും വേണമെന്നില്ല. ഗീത മുന്നോട്ട് വെക്കുന്നത് എന്താണ്? നമ്മുടെ സ്വധർമാനുഷ്ഠാനത്തെ ലയിച്ച് ചെയ്യുക, അത് ഈശ്വരാർപ്പിതമായി ചെയ്യുക. എല്ലാ സമയത്തും നമ്മൾ ഈശ്വരനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവിധ ഇന്ദ്രിയങ്ങളുണ്ടും മനസ്സുകൊണ്ടും ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്യാൻ ഒരു മനോഭാവം മാറ്റിയെടുത്താൽ നമ്മളെ ഒന്നും ബന്ധിക്കില്ല. അപ്പം അശുദ്ധം കാമവർജിതം അല്ലേ, അപ്പം കാമം കൊണ്ടുള്ളത് എന്താ? അശുദ്ധം കാമവിവർജിതം അല്ലെ. മനോഹി ദിവിധം പ്രോക്തം ശുദ്ധാഞ്ച അശുദ്ധ, അശുദ്ധം കാമ അല്ലെ, കാമവർജിതമായിട്ട് മനസ്സാണ് ശുദ്ധ മനസ്സ് അല്ലെ. അശുദ്ധമാണ് കാമത്തോട് മനസ്സ്, അശുദ്ധമാണ് കാമവിവർജിതമായ മനസ്സാണ് ശുദ്ധം. മനസ്സിനെ രണ്ടായി തിരിക്കാം. മനോഹി ദിവിധം പ്രോക്തം ശുദ്ധാഞ്ച അശുദ്ധ, അശുദ്ധം കാമസങ്കല്പം, കാമസങ്കല്പത്തോടു കൂടിയ മനസ്സ് അശുദ്ധമാണ്, ശുദ്ധം കാമവിവർജിതം. ഇത് ഓർത്താൽ മതിയാവും നമ്മള്. മനോഹി ദിവിധം പ്രോക്തം ശുദ്ധാഞ്ച അശുദ്ധമേവജ, മനസ്സിനെ രണ്ടായി തിരിക്കാം, ശുദ്ധം അശുദ്ധം. അശുദ്ധം കാമസങ്കല്പം, കാമത്തോടു കൂടിയ കാമസങ്കല്പത്തോട് അശുദ്ധമാണ്, ശുദ്ധം കാമ വിവർജിതം. അപ്പൊ നമ്മള് എല്ലാ കാമനകളും ഒഴിവാക്കുമ്പോഴാണ് ആ സത്യസ്വരൂപം തെളിഞ്ഞു വരുന്നത്. കാമനകളും നമ്മുടെ സത്യം ചിത്തും ആനന്ദവുമായ ആത്മസ്വരൂപത്തിന്റെ മുകളിൽ ഒരു ആവരണത്തെ, ഒരു കവറിങ് ഉണ്ടാക്കും. ആ കവറിങ്ങിലൂടെ പോണം. ആ ഏത് വാസനയായാലും, ഈശ്വരനെ അറിയണമെന്നുള്ള വാസന പോലും ഒരു കവചം സൃഷ്ടിച്ച് ആ പരമസത്യത്തെ മറയ്ക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ഈ അധ്യായത്തിന്റെ സംക്ഷേപമായിട്ട് പറയാനുള്ളത് എന്താണ്? നമ്മൾ നമ്മുടെ വാസനകൾ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങളിൽ നിന്ന് ഒളിച്ചോടാതിരിക്കുക. നൈമിത്തിക കർമ്മങ്ങളെയും സ്വധർമ്മ അനുഷ്ഠാനത്തിൽ കൂടി വന്നു ചേർന്ന കർമ്മത്തെയും സ്തുത്യർഹമായി ഈശ്വര സമർപ്പണമായിട്ട് ചെയ്യുക, ഈശ്വരന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ചെയ്യുക, യജ്ഞഭാവത്തിൽ കർമ്മം ചെയ്യുക. ഈ കർമ്മഫലത്തെ ഈശ്വര പ്രസാദമായി സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിച്ച് കർമ്മം ചെയ്താൽ ഈ കർമ്മം തന്നെ നമ്മളെ സർവവിമുക്തിയിലേക്ക് സർവവിമുക്തിയിലേക്ക്, നിത്യബുദ്ധമായ നിർമുക്തമായ കാലദേശാവിദ്യഭ്യമായ ആ പരമ സാന്ദ്രാനന്ദ അവബോധാത്മകമായ ആ പരമസത്യത്തിലേക്ക് നമ്മളെ എത്തിക്കും. അങ്ങനെ നമ്മളും സത്യം ചിത്തും ആനന്ദവുമായ അമൃത സ്വരൂപികളും ആത്മസ്വരൂപികളും അറിഞ്ഞ് അനുഭവിച്ച് ആ സത്യമായി മാറി ആ സത്യത്തിൽ തന്നെ ലയിച്ചിരിക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അർജുന വിഷാദയോഗമെന്ന ഈ അധ്യായം, പ്രഥമാധ്യായം ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ, ഈ ശ്രോതാക്കളുടെ പാദപങ്കജങ്ങളിലും സമർപ്പിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.